അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ആ ഒരു ഷോയ്ക്ക് ശേഷം അദ്ദേഹം ഒരുപാട് എന്നെ എൻക്വയറി ചെയ്തിരുന്നു, ഒരുപാട് പലരുമായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു ശ്രമം. മനീഷയ്ക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അതും ബിഗ് സ്ക്രീനിലാണ് ചോദിക്കുന്നത്. എത്ര വലിയ വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരു വലിയ പ്രോജക്റ്റാണ്. അപ്പം അതിലേക്ക് എന്നെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. വളരെ ജെനുവിനായിട്ടുള്ള അഭിപ്രായമുള്ള ഒരാളാണ് അഖിൽ മാരാർ. അത് ഞങ്ങളെപ്പോഴും പറയാറുണ്ട്. സീരിയൽ ടുഡേയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് പ്രശസ്ത ഗായികയും ബിഗ് ബോസ് ഫെയിമുമായ മനീഷയാണ്. ചേച്ചി, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്? പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ വിശേഷങ്ങളേ ഉള്ളൂ. ഞാനിപ്പോൾ പുതിയതായിട്ട് ഒരു സീ കേരളയുടെ ഒരു സീരിയൽ ജോയിൻ ചെയ്യാൻ പോവാണ്. പിന്നെ എന്താണ്, കുറച്ച് ആൽബംസൊക്കെ ചെയ്തു. ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ എന്ന് പറഞ്ഞൊരു പാട്ടാണ് സിംഗർ എന്നുള്ള നിലയിൽ മനീഷ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ റെക്കഗ്നൈസ് ചെയ്ത് വന്നത്. അത് മാത്രമല്ല, അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടുള്ളൊരു പാട്ടും കൂടിയാണ് ദൈവസ്നേഹം. അപ്പോൾ അത് എഴുതിയ ഫാദർ തദേവൂസ് അരവിന്ദൻ, അദ്ദേഹത്തിൻ്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 10 വർഷത്തിന് മേലെ അദ്ദേഹം കുറേ കാലമായിട്ട് ഒന്നും എഴുതുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ആദ്യമായിട്ട് വീണ്ടും രണ്ടാമത് എന്താ പറയുക ഫീൽഡിലേക്ക് ലിറിക്സ് എഴുതി വരുമ്പോൾ ആ പാട്ട് 2 പാട്ടും ഞാനാണ് പാടിയിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു സന്തോഷം. അതെ. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ്റെ പാട്ട് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ആ പാട്ടേറ്റ് പാടുമ്പോഴും ശരിക്കും പറഞ്ഞാൽ അതിലെ വരികൾ പോലെ തന്നെ ദൈവത്തെ എത്ര വർണ്ണിച്ചാലും മതിയാവാത്തൊരു പാട്ടാണ് എനിക്കത്. അതിൻ്റെ മെയിൽ വേർഷൻ ദാസങ്ങളാണ് പാടിയിരിക്കുന്നത്. പക്ഷേ ഫീമെയിൽ വേർഷൻ അത് ചിത്ര ചേച്ചിയാണോ സുജാത ചേച്ചിയാണോ എന്ന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ ജനങ്ങളിലേക്ക് മനീഷ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷം ഭയങ്കര സംശയമായിരുന്നു എല്ലാവർക്കും പാട്ടുകാരിയാണോ എന്ന്. പക്ഷേ പല പല ഇൻസിഡൻസിലൂടെയും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൽ ഏറ്റവും വലിയ ചെറിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ SPB സാറിൻ്റെ കൂടെ ഞാൻ അന്ന് പാടിയതാണ് പാട്ടുകാരി എന്നുള്ള നിലയിൽ വീണ്ടും ഒരു പുനർജന്മം എനിക്ക് തന്നത്. അതിനുശേഷമാണ് പിന്നെ ദൈവസ്നേഹമോ മനീഷ തന്നെയാണല്ലേ പാടിയെന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അച്ഛൻ്റെ വീണ്ടും 2 പാട്ടുകൾ, അതും വളരെ മനോഹരമായ 2 പാട്ടുകളാണ്. ഒന്നൊരു പെസഹാക്കുള്ളൊരു പാട്ട്, പിന്നെ ഒരു സ്വീകരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു പാട്ട്. അങ്ങനെ ഇപ്പോൾ SPB സാറുമായിട്ട് കുറേ ഇവൻറ്റ്സിൽ അല്ലെങ്കിൽ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് ചേച്ചി, പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റും? SPB സാറിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് എല്ലാവരെ പോലെ തന്നെയും എനിക്കും ഒരുപാട് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സങ്കടമാണ്. കാരണം പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു മനുഷ്യസ്നേഹിയായ ഒരു കലാകാരനാണ് അദ്ദേഹം. കാരണം അത്ര ഒരു നമ്മളെപ്പോഴും പറയും മരണത്തിനൊരു പ്രായമൊന്നും ഇല്ലെങ്കിലും നമ്മളെപ്പോഴും പറയില്ലേ, ഓ വയസ്സായി സുഖമില്ല, അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ SPB സാറിൻ്റെ മരണം എന്ന് പറയുന്നത് ഓൾ ഓഫ് എ സഡൻ, ആ കോവിഡിൻ്റെ സമയത്ത് അതും റിക്കവറി ചെയ്ത് തിരിച്ചു വരും എന്നുള്ളൊരു കോൺഫിഡൻസ് എല്ലാവർക്കും അദ്ദേഹത്തിനടക്കം ഉണ്ടായിരുന്നിട്ട് പെട്ടെന്നാണ് ഒരു മരണം സംഭവിച്ചത്. അപ്പോൾ അതെന്നും തീരാത്തൊരു ദുഃഖം തന്നെയാണ്. പക്ഷെ അവിടെയും ദൈവം പ്രവർത്തിച്ച ഒരു വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് SPB സാറിൻ്റെ രൂപത്തിൽ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് വീണ്ടും ഒരു പുനർജന്മം നൽകിയാണ് അദ്ദേഹം കടന്നുപോയത്. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ആ ഒരു ഷോയ്ക്ക് ശേഷം അദ്ദേഹം ഒരുപാട് എന്നെ എൻക്വയറി ചെയ്തിരുന്നു, ഒരുപാട് പലരുമായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു ഇനി SPB സാറിൻ്റെ കൂടെ കുറച്ച് ഷോസൊക്കെ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞെട്ടൽ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു എന്താ പറയുക, നമുക്കൊട്ടും സഹിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. ഞാൻ അന്ന് പൂക്കാലം വരവായി എന്ന് പറഞ്ഞാൽ സീ കേരളയുടെ തന്നെ ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഫുൾ പുട്ടിയൊക്കെ ഇട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വാർത്ത. തലേ ദിവസം തന്നെ എന്നെ പല മീഡിയാസും ഇത് പുറത്ത് വിടുന്നതിന് മുന്നേ തന്നെ ഇതൊരു വാർത്താ പ്രാധാന്യമുള്ളൊരു സംഗതി ആയതുകൊണ്ട് ഒരുപാട് മീഡിയാസ് എന്നെ വിളിച്ചിരുന്നു. പക്ഷെ അതെനിക്ക് അതായത് കൺഫർമേഷൻ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരാളോട്
പറയാനും പറ്റത്തില്ല. ആരോടിത് ഒരു എന്താ പറയുക, ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ വരാതെ എൻ്റെ വായിന്ന് അതങ്ങനെ പോകാൻ പാടില്ലല്ലോ. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു അത് സത്യം പറഞ്ഞാൽ. ശരിക്കും ഒരു സംഗീത ലോകത്തിൽ തന്നെ നികത്താനാവാത്തൊരു വിടവ് തന്നെയാണ്. സംഗീത ലോകത്ത് നല്ല മനുഷ്യരാശിക്ക് തന്നെ നികത്താനാവാത്തൊരു സംഗതിയാണ്. കാരണം അദ്ദേഹം വെറും ഒരു കലാകാരൻ മാത്രമല്ല. ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ എത്ര കലാകാരന്മാർ മറ്റുള്ള കലാകാരന്മാരെ കുറിച്ച് വളരെ മോശമായിട്ട്, കലാകാരന്മാരെന്നല്ല മനുഷ്യനോട് പറയാൻ പാടില്ലാത്ത രീതിയിലൊക്കെ ഇപ്പോൾ വളരെ തുറന്നു തന്നെ ഞാൻ പറയാം, സത്യഭാമ എന്ന് പറയുന്ന മോഹിനിയാട്ടം ആ കലാകാരി വളരെ നിശ്ചിതമായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം ശരിക്കും ചേച്ചി ഒരു കലാകാരിയാണ്, അപ്പൊ അത് ശരിക്കും നമുക്ക് അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെയുള്ള കലാകാരന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് SPB സാറിനെ പോലുള്ള മനുഷ്യസ്നേഹിയായ ഒരു കലാകാരൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അദ്ദേഹം വേറൊരു മനുഷ്യനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അവിടെ സൗന്ദര്യമോ നിറമോ ജാതിയോ കുടുംബ മഹിമയോ ഒന്നും അദ്ദേഹം കാണാറില്ല. ആ കലയെയാണ് അദ്ദേഹം അംഗീകരിക്കുന്നത്, ആ മനുഷ്യരാശിയാണ് അദ്ദേഹം അംഗീകരിക്കുന്നത്. അവിടെ SPB സാറിനെ പോലുള്ള ആൾക്കാരുടെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാണ്. അപ്പോൾ ചേച്ചി ഒരു അസാധ്യ സിംഗർ കൂടിയാണ്, അതുപോലെ തന്നെ റേഡിയോ ജോക്കി ആയിട്ട് നിരവധി വർഷം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു ലേബലിൽ നിന്നും ഒരു സിനിമ അഭിനയത്തിലേക്ക് എങ്ങനെയാണ് കടക്കുന്നത്? ആ ഒരു തുടക്ക കാലഘട്ടത്തിനെ കുറിച്ചൊന്ന് പറയാം. ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ചേച്ചി ഒരു അസാധ്യ സിംഗറാണെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാൻ പാടും. ദൈവം മോശമല്ലാത്ത ഒരു കഴിവ് തന്ന് അനുഗ്രഹിച്ച ഒരു കലാകാരിയാണ് ഞാനെന്ന് ഉള്ള കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ഉള്ളൊരു സിംഗറാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ട് എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ രക്തത്തിലോടുന്ന ഏറ്റവും വലിയൊരു ഒരു ആവേശം എന്ന് പറയുന്നത്. അഭിനയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് അന്നം തന്നൊരു മേഖലയാണ്. അതിൽ ഞാൻ എത്രത്തോളം മികവ് പുലർത്തി എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എന്ത് ചെയ്താലും, ഇപ്പോൾ എന്നെ ഏൽപ്പിക്കുന്ന എന്ത് പണി, ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, ഞാനൊരു ആക്ട്രസ്സാണ്, ഞാനൊരു സിംഗറാണ്, ഞാനൊരു റേഡിയോ ആർട്ടിസ്റ്റാണ്, ഞാനൊരു എഴുത്ത് പബ്ലിഷ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ റേഡിയോ പ്രോഗ്രാമിൻ്റെ ഒക്കെ സ്ക്രിപ്റ്റിംഗ് ഞാൻ തന്നെയാണ്. കുറേ ചെറുകഥകളും ഈ ക്യാപ്സ്യൂൾ സ്റ്റോറീസും അങ്ങനെയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വരയ്ക്കും, എല്ലാം ചെയ്യും. അപ്പോൾ ഞാൻ എന്താണോ ചെയ്യുന്നത് അത് 100% കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് എന്നിൽ എന്താ പറയുക, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ശരിക്കും ഒരു ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഭിനയം എന്ന് പറയുന്നത് എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന ഒരു സംഗതിയായിരുന്നു. സിനിമയിൽ അഭിനയിക്കുക, പാട്ട് എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ ഇവളൊരു പാട്ടുകാരിയാണ്, പാട്ടിലേക്ക് വരും, അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞ് എനിക്കൊരു എന്താ പറയുക, എനിക്ക് പാടാനുള്ള കഴിവുണ്ട് എന്നുള്ളൊരു ബോധം എനിക്ക് തന്നിരുന്നു. പക്ഷെ അഭിനയിക്കാൻ ഞാൻ സ്റ്റേറ്റിൽ കഥാപ്രസംഗം വിന്നറാണ് കേട്ടോ. A ഗ്രേഡോട് കൂടിയിട്ട് ഞാൻ കഥാപ്രസംഗം വിൻ ചെയ്ത ഒരാളാണ്. അപ്പം ആ സമയത്തുണ്ടായിരുന്ന പിന്നെ മിമിക്രി, മോണാക്ട് അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ശരിക്കും ഒരു സകലകലാ വല്ലഭയാണ് അല്ലേ? അങ്ങനെ എന്നെ പറഞ്ഞു കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ എന്നെ ചില ആൾക്കാരൊക്കെ പറയും, മനീഷ ഈ എല്ലാത്തിലും കയറി കൈയിടാൻ നിൽക്കുന്നതുകൊണ്ടാണ് ഏതിലെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൂടെ എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഞാനിതിൽ വളരെ എന്താ പറയുക, ത്രിൽഡാണ്. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും അഭിനയിക്കുന്ന ആൾക്കാർക്ക് പാടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, പാടാൻ ആഗ്രഹിക്കുന്നവർ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ചിത്രം എഴുതാൻ താല്പര്യം. ഇതൊക്കെ നമുക്ക് ദൈവം ഒരു കലയായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല. പക്ഷേ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിച്ചാൽ പാട്ട് തന്നെയാണ്. പാട്ടുകാരിയായിട്ട് അറിയപ്പെടുക, പാട്ട് പാടുക തന്നെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ എല്ലാത്തിലും എൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ, ഒരു ഒപ്പ് അവിടെ അവശേഷിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ നമ്മൾക്കൊരു കഥാപാത്രം, ആ കഥാപാത്രത്തെ വെച്ച് നമ്മൾ ഓർമ്മിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകരെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു വരദാനമായിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ ഇപ്പോൾ തന്മാത്രയിലെ ഒരു കഥാപാത്രം, അതിലൂടെയാണ് ആദ്യം സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ ഓർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഒന്ന് ഓർമ്മ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാൻ വിട്ടുപോയിട്ടുള്ള, അല്ലെങ്കിൽ ഇൻറ്റൻഷനലി പറയാണ്ടിരുന്നിട്ടുള്ള കാര്യമല്ല, വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഏറ്റവും ആദ്യം അഭിനയിച്ചത് ബഡായി ബംഗ്ലാവിലാണ്. അത് ഡയന ചേച്ചിയാണ് എന്നെ ഈ ബഡായി ബംഗ്ലാവിലേക്ക് ഒന്ന് അഭിനയിക്കുമോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. അതിനൊക്കെ ശേഷമാണ് ഈ പറഞ്ഞ പോലെ തന്മാത്ര വന്നതും. പിന്നെ ഇതൊക്കെ അതിൽ ഞാൻ വെറുതെ കാണാൻ വേണ്ടി ജസ്റ്റ് അവിടെ പോയി അങ്ങനെ ചെയ്തതേ ഉള്ളൂ. പക്ഷെ ബ്ലസ്സി എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ്
ഡയറക്ടർ, അദ്ദേഹം എൻ്റെ മോളെയും കൊണ്ടാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ഞാൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവാണ് പുള്ളി അവിടെ കണ്ടത്. മോള് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു കുട്ടീനെയാണ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ മോള് വളരെ ചെറുതായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തും കൂടെ ആവശ്യപ്പെടുക ചെയ്ത, മനീഷ മോള് ചെറുതാണ്, അപ്പോൾ നമുക്ക് പിന്നൊരു ദിവസം മോൾക്ക് മോൾക്ക് സമയമായിട്ടല്ലേ ഉള്ളൂ, ഇനിയും കാലമുണ്ടല്ലോ, അപ്പം നമുക്ക് നോക്കാം, മനീഷയ്ക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അതും ബിഗ് സ്ക്രീനിലാണ് ചോദിക്കുന്നത്, അതും ബ്ലസ്സിയെ പോലെ ലാലേട്ടൻ അഭിനയിക്കുന്ന. അത് ലാലേട്ടൻ മാത്രമൊന്നുമല്ല, അതിനകത്ത് നെടുമുടി സാറ്, പിന്നെ ജഗദീഷ് ശ്രീകുമാരേട്ടൻ, അങ്ങനെ എത്ര വലിയ വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരു വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ അതിലേക്ക് എന്നെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ പുള്ളി ഇത് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല, നിങ്ങൾക്കുണ്ടെങ്കിൽ വിളിച്ചോന്നാണ്. പക്ഷെ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ ഫലത്തിലായി എന്ന് വേണം പറയാൻ. കാരണം അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, മനീഷ പാട്ട് എന്ന് പറയുന്നത്, മനീഷ ഒരു അസാധ്യ സിംഗറാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ വരച്ചത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ അസാധ്യമായി പാടാൻ കഴിവുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും വീട്ടിൽ ഒരവസരമില്ലാണ്ട് വെറുതെ കുത്തിയിരിക്കുകയാണ്. അവിടെയാണ് സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒരുപാട് ദോഷമുണ്ട്, അതേപോലെ തന്നെ ഗുണങ്ങളുമുണ്ട്. അപ്പോൾ ഒരുപാട് വീട്ടിലിരിക്കുന്ന അവസരങ്ങൾ കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ ഇല്ലാത്ത, ഒരു ബാക്ക് ബോൺ സപ്പോർട്ട് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർക്ക്, കലാകാരന്മാർക്ക് അവരവരുടെ കഴിവുകൾ ഒരു ചെലവും ഇല്ലാതെ ആരുടെയും കൈയും കാലും പിടിക്കാതെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത കഥാപാത്രമായിരുന്നു വാസവദത്ത, തട്ടിമുട്ടി എന്നുള്ള ആ ഒരു കഥാപാത്രം. ചേച്ചിയുടെ ഒരു ക്യാരക്ടറുമായിട്ട് എന്തെങ്കിലും കണക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? വാസവദത്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ എക്ദം ഞാൻ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. അതുകൊണ്ടാണ് ആ ക്യാരക്ടർ അത്രയും മനോഹരമായതെന്ന് എനിക്ക് തോന്നുന്നു. അത് അഭിനയിക്കാതെ, ഒബ്വിയസ്ലി അതൊരു വേറൊരു ക്യാരക്ടറാണ്, അതിലൊരു അഭിനയത്തിൻ്റെ ഒരു എലമെൻ്റ് എന്തായാലും വേണം. പക്ഷെ എന്നാലും ബേസിക്കലി അതിലുള്ള എൻ്റെ കുറേ ആക്ഷൻസ്, എൻ്റെ ചില തോട്ട്സ് നിഷ്കളങ്കമായിട്ടുള്ള, അത് സ്വാഭാവികമായിട്ട് ഞാൻ തന്നെയാണത്. അതുകൊണ്ട് എനിക്ക് വാസവദത്ത എന്ന് പറയുന്നത് എനിക്ക് കണ്ണാടി നോക്കുന്ന പോലെയാണ്. വേഷം കെട്ടിൽ കുറച്ച് മാറ്റമുണ്ട് എന്നല്ലാതെ അതിൻ്റെ ബേസിക് ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ക്യാരക്ടറുമായിട്ട് ഒരുപാട് മാച്ച് ചെയ്യുന്ന കഥാപാത്രം തന്നെയാണ്. അതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ SPB സാറിൻ്റെ പറഞ്ഞ പോലെ തന്നെ ലളിതാമ്മയുടെ ഒരു മരണം എന്ന് പറയുന്നത് അത്രയും ഒരു വിടവ് തന്നെയാണ്. അപ്പോൾ ആ ലളിതാമ്മേനെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ വേണ്ടി. അയ്യോ, അതും SPB സാറിനെ പോലെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇത്രയും വലിയ വലിയ ആൾക്കാരുമായിട്ട് എത്രയോ പടങ്ങൾ, എത്രയോ കഥാപാത്രങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച ഒരു ആർട്ടിസ്റ്റാണ് ലളിതാമ്മ. പക്ഷേ അവരൊക്കെ മറ്റുള്ളവരോട് ഇടപഴകുന്ന ഒരു രീതിയുണ്ടല്ലോ, അതാണ് കണ്ടുപഠിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ നമ്മളെങ്ങനെ സഹപ്രവർത്തകരോട് എങ്ങനെ നമ്മൾ പെരുമാറണം, നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ വാല്യൂ മനസ്സിലാക്കി നമ്മളെങ്ങനെ ജീവിക്കണം, പെരുമാറണം എന്നുള്ളതിനൊക്കെ ഒരുപാട് എനിക്ക്, ഓരോ മനുഷ്യനും ആ മനുഷ്യൻ്റേതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. എല്ലാവരും 100% പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ യേശുക്രിസ്തു, ശ്രീബുദ്ധനോ അല്ലേ, നബിയോ ഒക്കെ ആയിട്ട് നമ്മൾ ജനിക്കണം. നമ്മൾ സാധാ മനുഷ്യന്മാരാണ്. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഉണ്ടാവും. പക്ഷെ ആ തെറ്റുകുറ്റങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യപ്പെടാതെ, നമ്മൾ തെറ്റ് സംഭവിക്കാം, എല്ലാ മനുഷ്യനും തെറ്റ് സംഭവിക്കാം, പക്ഷെ തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരാൾ ഒരു തെറ്റുകാരനായിട്ട് മാറുന്നത്. ലളിതാമ്മയൊക്കെ, ഞാനൊക്കെ ഒരു പുതിയ ഒരു ആർട്ടിസ്റ്റാണ്, ഒട്ടും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത, ഞാൻ അഭിനയത്തിലൊട്ടും എക്സ്പീരിയൻസ്ഡ് അല്ല, 35 വർഷമായിട്ട് സംഗീത രംഗത്തുണ്ട്, പക്ഷേ അഭിനയം ഒരു പുതിയ രംഗമായിരുന്നു. പക്ഷെ ഒരു പുതിയ ആൾ എന്നുള്ള രീതിയിലൊന്നുമല്ല, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ. പിന്നെ വേറൊരു കാര്യം, ഭരതൻ നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂർ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോൾ ഞാനാണ് പാടാനുണ്ടാവാറ്. അപ്പം അങ്ങനെ പാട്ടുകാരി എന്നുള്ള നിലയിൽ എന്നെ അറിയാം, പക്ഷെ അഭിനയിക്കുമെന്ന് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് മഞ്ജു പിള്ള. എപ്പോഴും തമാശയ്ക്ക് പറയും, നീ എന്തോ കൂടോത്രം കൈവശം വെച്ച് കൊടുത്തിട്ടുണ്ടോ അമ്മയ്ക്ക്. കാരണം അമ്മ എല്ലാവരോടും പെട്ടെന്ന് ചൂടാവും, വയസ്സായ സമയത്തൊക്കെ ഭയങ്കര ഒരു ദേഷ്യമായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടേ ഇല്ല അമ്മ, ഒട്ടും. പിന്നെ മാത്രമല്ല, ഭയങ്കര കൺസിഡറേഷൻ ആയിരുന്നു, എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ഇപ്പം KPSC ലളിതാമ്മയെ പോലെ തന്നെ കോയക്കയുടെ കൂടെ ഞാൻ രജനി എന്ന് പറഞ്ഞ ഒരു
ഡയറക്ടർ മോള് സംവിധാനം ചെയ്ത തുടക്കം മാംഗല്യം എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ്. അതിനകത്ത് ഞാൻ മാമുക്കോയക്കയുടെ പെയറായിട്ടായിരുന്നു. ബിഗ് ബോസിൽ വളരെ ശ്രദ്ധേയമായിട്ട് ചേച്ചി പ്രേക്ഷകരുടെ ഇടയിൽ അത്രയും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു 36 ദിവസം നീണ്ട ഒരു യാത്രയായിരുന്നു. അപ്പോൾ ആ യാത്രയിൽ ഒരു ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ 2 തലങ്ങളിൽ ചിന്തിക്കുകയാണെന്നില്ല ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ടോക്സിക് ഒരു കോമ്പറ്റീഷനാണ്. ടോക്സിസിറ്റിയാണ് അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ പറയാറില്ലേ ഓരോ പ്രോഗ്രാമിനും, ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ് എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് സിംഗിങ് കോമ്പറ്റീഷനാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഓരോ പ്രോഗ്രാമിനും അതിൻ്റെ കണ്ടന്റ് വൈസ് ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നതിൽ അടി ഇടി മനുഷ്യ സ്വഭാവം, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ കുറേ മനുഷ്യന്മാരെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെ പരസ്പരം പെരുമാറുന്നു, ആ സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കുന്നു, ഇതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ എന്താ പറയുക രീതിയിൽ തലത്തിലേക്ക് ഉയരത്തക്ക രീതിയിലുള്ളൊരു പ്രോഗ്രാമാണ് ആക്ച്വലി ബിഗ് ബോസ്. ആ ഒരു ഷോയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ, ഞാൻ അതിനകത്തേക്ക് ചെല്ലാനുള്ള എൻ്റെ ഏറ്റവും എന്താ പറയുക ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് 3.5 കോടി ജനങ്ങളിലേക്ക് മനീഷ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഇത്ര ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വേറെ ഇല്ല. അപ്പോൾ അവിടെ എനിക്ക് ഇപ്പോൾ വാസവദത്ത എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നെഞ്ചിലേറ്റിയ പല ആൾക്കാർക്കും ഞാനൊരു പാട്ടുകാരിയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഒരു കലാകാരി എന്നുള്ളത്, നമ്മളൊക്കെ കലാകാരന്മാരായിട്ട് ജനിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കഴിവ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് നടക്കണം എന്നുള്ളത് ഇത്ര ഈസി ആയിട്ട് കിട്ടുന്ന വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 100 ദിവസം അതിൻ്റെ കണ്ടൻറ്റ് എന്തോ ആയിക്കോട്ടെ, അവിടെ നമ്മൾ നമ്മുടെ മാന്യത കീപ്പ് ചെയ്ത് നമ്മുടെ ഗെയിം കൃത്യമായിട്ട് നടത്തി അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒറിജിനൽ ഓഫ് ബാറ്റിൽസ് എന്നായിരുന്നു നമ്മുടെ ഇത്. അത് ഇപ്പോൾ പുതിയ സീസൺ 6 സ്റ്റാർട്ട് ചെയ്ത് ഇത്ര ദിവസമായല്ലോ. ഈ ഒരു നിമിഷത്തിൽ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ, ഞങ്ങളെല്ലാവരും ഒറിജിനൽ ഓഫ് ബാറ്റിൽസ് തന്നെയായിരുന്നു. കാരണം ആരും ഫേക്കായിട്ട് നിൽക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് മാത്രമല്ല, സമൂഹത്തിന് മുന്നിൽ ഒരുപാട് നല്ല മെസ്സേജസ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി. ഗെയിമിൻ്റെ ഭാഗമായിട്ട് കുറേ വഴക്കുകളും എന്താ പറയുക ഗെയിം സ്ട്രാറ്റജീസും ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊരു മനുഷ്യത്വത്തിൻ്റെ ഒരു എത്തിക്സ് വിട്ടിട്ട് ഞങ്ങൾ ആരും കളിച്ചില്ല എന്നുള്ളത് ഇപ്പോഴെന്നല്ല പല സീസണിലെ ഗെയിമുകൾ കാണുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടിയും നമ്മളെല്ലാവരും സംസാരിക്കുമ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം നമ്മൾ പറയുന്നില്ല. എല്ലാത്തിലും മാറ്റങ്ങൾ വരണം. ഇപ്പം ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്ന് കഴിഞ്ഞിട്ട് അൺപ്രഡിക്റ്റബിൾ ആവുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. ഗെയിമിൻ്റെ വ്യത്യാസം ഉണ്ടാവും, ആൾക്കാരുടെ വ്യത്യാസം ഉണ്ടാവും, സാഹചര്യങ്ങളുടെ വ്യത്യാസം ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും എന്ത് കണ്ടൻറ്റ് ടോക്സിസിറ്റി അല്ലെങ്കിൽ കണ്ടൻറ്റ് ഇന്നത് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞാലും ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് സമൂഹത്തിനോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അഖിലിനെയൊക്കെ ചീത്ത വിളിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഞാനടക്കം, ഞാൻ ഏറ്റവും അടുത്ത സുഹൃത്താണ് അഖിലിൻ്റെ, എന്നിട്ട് പോലും നമ്മൾ അഖിലിനെ അഖിൽ പറയുന്നത് വളരെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള ചീത്തവിളിയായിരുന്നു. എന്നിട്ട് പോലും നമ്മൾ അഖിലിനെ ഭയങ്കരമായിട്ട് നമ്മൾ വിമർശിച്ചായിരുന്നു, ഇങ്ങനെ വഴക്ക് പറയാൻ പാടില്ല, ഇങ്ങനെ അതാക്കാൻ പാടില്ല ഇതാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴത്തെ സീസൺ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ വരുന്നത്, ഇപ്പോഴത്തെ സീസൺ കണ്ടിരുന്നോ ചേച്ചി? സീസൺ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് കാണുന്നില്ല. അത് കാണുന്നില്ല ഞാൻ മറ്റേ ഇതായിട്ട് പറയണല്ല, സോറി കേട്ടോ, ഞാൻ അങ്ങനെ കാണാറ് അതല്ല. ഒന്നാമത് നമുക്ക് സമയമില്ല, പിന്നെ ഒന്ന് കേബിളില്ല വീട്ടിൽ. കേബിൾ ഉണ്ടായിട്ടും കാര്യമില്ല, കാരണം 15 ദിവസവും 16 ദിവസവും ഒന്നും നമ്മൾ വീട്ടിലുണ്ടാവാറില്ല. അപ്പം അതുകൊണ്ട് കേബിളില്ല. പിന്നെ കാണുന്നത് ഈ നമ്മുടെ മൊബൈലിലാണ്. അപ്പം അതും ഈ റീൽസ് വരുമ്പോഴൊക്കെ കാണും. പിന്നെ യൂട്യൂബിൽ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഒന്നിലും അങ്ങനെ എന്താ പറയാ എല്ലാം കണ്ടോണ്ടിരിക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല ഞാൻ. എന്നാലും ഇപ്പൊ റീൽസ് കണ്ടപ്പോ എന്താ തോന്നിയത് ഇപ്പത്തെ ഒരു കണ്ടസ്റ്റൻസ്? അല്ല, ആ തോന്നലാണ് ഞാനിപ്പോ പറഞ്ഞത്. കുറച്ചുകൂടിയും ഒന്ന് കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് കളിക്കാം, ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കി കളിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വഴക്കുണ്ടാക്കാൻ വേണ്ടി, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ ക്ഷോഭിച്ചാൽ മാത്രമേ നമ്മൾ ബിഗ് ബോസിൻ്റെ എപ്പിസോഡുകളിൽ വരുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടോ കണ്ടസ്റ്റൻസിന് എന്നൊരു
ചെറിയൊരു ഡൗട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് പേരുടെ പേരുകൾ പറയാം. അപ്പോൾ അവരെ കുറിച്ച് ഒറ്റ വാക്കിൽ ഉത്തരം പറയണേ. ഓക്കെ. സാഗർ. അതൊന്നും ഒറ്റവാക്കി തീർക്കണ്ടല്ല. എന്നാലും ചേച്ചിക്ക് ഒരു പറയാനുണ്ടാവല്ലോ ചേച്ചിയുടെ ഇത്രയും സാഗർ എൻ്റെ മൂത്ത മകനാണ്. ഓക്കെ. ഇനി അടുത്തത് സെറീന. എൻ്റെ മരുമകളാണെന്ന് എനിക്ക് പറയാൻ വന്നത്. സെറീന നല്ലൊരു ചാമിങ് ഗേളാണ്. എല്ലാവരെയും കൺസിഡർ ചെയ്യുന്ന, എല്ലാവരെയും എന്താ പറയുക, നമ്മളിപ്പോൾ പലപ്പോഴും നമ്മളെല്ലാ ബന്ധങ്ങളെയും നിലനിർത്താൻ നമ്മളൊരു എന്താ പറയുക, ഒരു അതിനെന്താ ഇപ്പോൾ പറയുക, നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ. പലപ്പോഴും അത് ചെയ്യാറില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം മോള് നമ്മൾ ഭയങ്കര കൂട്ടാണ്, ഞാനൊരു എഫേർട്ട് എടുക്കണം അല്ലേ, ഞാൻ അങ്ങോട്ട് വിളിക്കണം അല്ലെങ്കിൽ മോളെ കുറിച്ച് അന്വേഷിക്കണം. ആ എഫേർട്ട് എടുക്കാതെ വരുമ്പോഴാണ് പല ബന്ധങ്ങളും ഇല്ലാതായി പോകുന്നത്. അങ്ങനത്തെ എഫേർട്ട് എടുത്ത് എല്ലാവരെയും കൂടെ നിർത്തുന്ന ഒരു കുട്ടിയാണ് സെറീന. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് അഖിൽ മാരാർ. അഖിൽ ഒരു ബോൾഡ് രാഷ്ട്രീയക്കാരനാണ്. ശരിക്കും കാര്യത്തിനും ശരിക്കും വ്യക്തമായിട്ടൊരു ധാരണയും തീർച്ചയായിട്ടും നല്ല ലോക വിവരമുള്ള, അത് മാത്രമല്ല വളരെ ജെനുവിനായിട്ടുള്ള അഭിപ്രായമുള്ള ഒരാളാണ് അഖിൽ മാരാർ. അത് ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, സംസാരം കൊണ്ട് നമ്മൾ പറഞ്ഞതിനെ കൂടി നമുക്ക് സംശയം തോന്നത്തക്ക രീതിയിലാണ് അഖിലിൻ്റെ മറുപടി. നമ്മൾ പറഞ്ഞത് ഇപ്പം നമ്മളെന്തെങ്കിലും തർക്കിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സബ്ജക്റ്റ് എടുത്തിടുക, അതിൽ അഖിലിൻ്റെ വർത്താനം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമോ അപ്പോൾ നമ്മൾ ചിന്തിച്ചെടുത്തതൊക്കെ തെറ്റായിരുന്നല്ലേ, നമ്മളെ ഭാഗത്തായിരിക്കും ശരി. പക്ഷേ അഖിലിന് പറഞ്ഞങ്ങനെ പിടിച്ചു നിൽക്കുന്നല്ല, ഭയങ്കര എന്താ പറയുക, ഭാഷ കൈകാര്യം ചെയ്യാൻ കൃത്യമല്ല. അപ്പോൾ ചേച്ചി, അപ്പോൾ ഇത്ര നേരം നമ്മളോട് വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. അപ്പോൾ നമുക്കൊരു പാട്ട് പാടിയാലോ? തീർച്ചയായിട്ടും. വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ എന്നെപ്പോലുള്ള ഒരാളുടെ വിശേഷങ്ങൾ വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ കാണിച്ച ഈ ഒരു വലിയ മനസ്സിന് ഒരുപാട് താങ്ക്സ് ഞാൻ പറയണം. അപ്പോൾ ഇവിടെ എനിക്കിഷ്ടപ്പെട്ട, ഇപ്പോൾ എന്നത്തെയും എൻ്റെ ഫേവറേറ്റ് ഒരു പാട്ടാണ്, പക്ഷെ അത് വീണ്ടും നമ്മളിലേക്ക് ഒന്നൊരു റീപ്ലേ ചെയ്തൊരു മഞ്ഞുമൽ ബോയ്സ്. അതെ, അതിൻ്റെ ഒരു രണ്ടുപേരും പാടാം. ഉണ്ടാന കായമെങ്കും തന്നാലെ ആരിപ്പോന മായമെന്ന പൊന്മാനേ പൊന്മാനേ, என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் முந்தன் மேனி தாங்காது செந்தேனே, எந்தன் காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க அழுகை வந்தது, எந்தன் சோகம் உன்னை தாக்கும் என்னென்றும் போது வந்த அழுகை நின்றது, மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது, கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது, லா 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 லா. അപ്പോൾ മില്ലേനിയം ചാനലിനും മില്ലേനിയം ചാനലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത വൃന്ദയ്ക്കും, അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിവേകിനും, വിവേകാണ് ഈ ഇങ്ങനൊരു ഇൻ്റർവ്യൂവിൽ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇത്തരം സമൂഹത്തിൽ എന്താ പറയുക, ഇമ്പോർട്ടൻസ് ഉള്ള, സമൂഹത്തിന് വാല്യൂ കൊടുക്കുന്ന, എന്താ പറയുക, ഒരുപാട് കണ്ടന്റുകൾ നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും. നിങ്ങൾ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് എന്നും താങ്ങും, മുന്നോട്ടുള്ള വഴിയുമൊക്കെ മാർഗദർശിയൊക്കെ നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഈ അകമഴിഞ്ഞ സപ്പോർട്ട് എന്നും ഉണ്ടാവണം. ഇത്രയും കാലം തന്ന ഈ ഒരു വലിയ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. ഇനി പുതിയൊരു അതിഥിയുമായി സീരിയൽ ടുഡേയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം.